2021 ഞാനും എൻ്റെ ഫ്രണ്ട് വിഷ്ണുവും കൂടി നടത്തിയ ധനുഷ്കോടി യാത്രാ വ്ളോഗാണിത്. അന്ന് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന ഉദ്ദേശമില്ലായിരുന്നുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സപ്പോർട്ട്. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ നോക്ക് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശത്തും ഇതുപോലെ പലയിടത്തും കാറ്റാടിപ്പാടങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന റോഡ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ പാമ്പം പാലം കാണാൻ കഴിയും. ഞങ്ങൾ പോയ സമയത്ത് പുതിയ കടൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് സാങ്കേതിക വിദ്യയിലാണ് ഈ പാലം പ്രവർത്തിക്കുന്നത്. മെയിൻ ലാൻഡിൽ നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന ഈ റോഡ് പാലത്തിൻ്റെ പേര് ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്നാണ്. ഈ പാലത്തിൻ്റെ ഒരു വശത്ത് നോക്കിയാൽ നൂറുകണക്കിന് ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നത് കാണാം. നോക്കിയാൽ അറ്റം കാണാൻ പറ്റാത്ത അത്രയും ദൂരം റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. അതും നല്ല മികച്ച നിർമ്മാണ നിലവാരമുള്ള റോഡുകൾ. പല സ്ഥലത്തും ഇതുപോലെ റോഡിൻ്റെ വശത്ത് കടലാണ്. അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഫീല് അത് അടിപൊളിയാണ്. ഇതുപോലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴി പലയിടത്തും ഇതുപോലെ കാട്ടുകുതിരകളെ റോഡ് സൈഡിൽ കാണാൻ പറ്റും. പോകുന്ന വഴി കുറച്ച് ഭാഗത്തായി ഇതുപോലെ പൈൻ കാടുകൾ കാണാൻ പറ്റും. ഇവിടെ ചില ഭാഗങ്ങളിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ കടലിൻ്റെ നടുവിലൂടെയാണ് പോകുന്നതെന്ന് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഇത് 1964 ചുഴലിക്കാറ്റിൽ തകർന്നുപോയ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടം. ആദ്യം ഇവിടെ കാണുന്നത് ഒരു തകർന്ന പള്ളിയാണ്. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലും പവിഴപ്പുറ്റും കൊണ്ടാണ്. പക്ഷേ ഈ അൽത്താര വലിയ കേടുപാടുകളില്ലാതെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്.
ഇവയെല്ലാം അന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞതിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായി ഇന്നും ഇവിടെ തന്നെയുണ്ട്. ഇവയൊക്കെ ഇനി എത്ര നാൾ അവശേഷിക്കുന്നുവെന്ന് അറിയില്ല. അന്നത്തെ രാത്രിയിൽ ഏകദേശം 1000 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒരു ട്രെയിൻ മൊത്തമായി കടലിലേക്ക് ഒലിച്ചു പോവുകയും ചെയ്തു. അത്രയ്ക്കും വലിയ ദുരന്തമായിരുന്നു അന്ന് ഈ നാട്ടിൽ സംഭവിച്ചത്. ഈ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ കൂടി പോയാലാണ് അരിച്ചാൽ മുനയിലെത്തുന്നത്. അരിച്ചാൽ മുനയാണ് ഇന്ത്യയുടെ അവസാന പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ കാണുന്ന അശോക സ്തംഭത്തിനടുത്തായിട്ടാണ് രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്കുള്ള ഈ റോഡിൻ്റെ അവസാന ഭാഗം. ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. ഇവിടെയൊക്കെ വേലിയിറക്ക സമയത്ത് വെള്ളമിറങ്ങി ഇവിടെയുള്ള മണൽത്തിട്ടയെല്ലാം നമുക്ക് പൂർണ്ണമായും കാണാൻ പറ്റും. യാത്ര ഇനിയും തുടരുന്നു, പക്ഷേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.